ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ രാവിലെ മുതലേ നല്ല മഴയാണ്. അവിടെയൊക്കെ നല്ല മഴയുണ്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ? അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഗീത ഭർത്താവിനെയും കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ സുജാത അവിടെ പത്രമൊക്കെ വായിച്ചുകൊണ്ട് തിണ്ണയിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ തൻ്റെ മകൾ ഒരുങ്ങിക്കെട്ട് വരുന്ന കാണുമ്പോൾ തന്നെ സുജാതയ്ക്ക് അങ്ങ് സന്തോഷമാവുക. വിനീതിൻ്റെയും ഗംഗയുടെയും പെർഫോമൻസിൽ അവർ പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുക. അല്ല, നീ ഇതെങ്ങോട്ടാ എന്ന് ചോദിക്കുകയാണോ? ഓ, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല അമ്മേ എന്ന് അപ്പം ഗീത മറുപടി പറയാം. അപ്പോൾ പെട്ടെന്ന് ഗീതയുടെ മകള് അമ്മമ്മയെന്ന് പറഞ്ഞ് ഓടി ചെല്ലാണ് കേട്ടോ. എനിക്ക് വിശക്കുന്നു, മോൾ ഇങ്ങോട്ട് വാ, അമ്മമ്മ കഴിക്കാൻ എടുത്ത് തരാം എന്ന് പറയാം. വേണ്ട, എൻ്റെ മോക്ക് അമ്മ എത്ര നിർബന്ധിച്ച് ആഹാരമൊന്നും കൊടുക്കണ്ട, അവൾ എൻ്റെ മോളല്ലേ, അവൾക്ക് പട്ടിണി ഇടുകയോ കൊല്ലുവോ തല്ലുവോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും, അമ്മ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. അമ്മയുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്താ ഇവിടെ അത്യാവശ്യമുള്ളത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ദാസേട്ടനെയും കൊച്ചിനെയായിട്ട് പോയേക്കുക എന്ന് പറയാം. നീ ഇതെന്തൊക്കെയാ ഗീത ഈ പറയുന്നത് എന്ന് അപ്പോൾ സുജാത ചോദിക്കുക. നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഓ, അമ്മയുടെ പ്രിയപ്പെട്ട മകനും മരുമോളും ഇവിടെ ഉണ്ടല്ലോ, അവരിനി ഇവിടുന്ന് പോയിട്ടേ ഞാൻ ഈ പടി കയറുന്നുള്ളൂ, അമ്മ കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കാനൊന്നും നോക്കണ്ട എന്ന് മറുപടി പറയാൻ കേട്ടോ. കഴിച്ചിട്ട് പോ എന്ന് അപ്പം വീണ്ടും അവരോട് നമ്മുടെ സുജാത പറയാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്, അമ്മ അവർക്ക് നന്നായിട്ട് കഴിപ്പിച്ച് വിട്ടാൽ മതി, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോടാം എന്ന് പറയാം. ദാസ, നീ എങ്കിലും ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുക, വിശന്ന് പോകാതെ ദേ ഇവിടെ സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്, അപ്പം ദാസിന് കഴിക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് നടക്കും മനുഷ്യ എന്നും പറഞ്ഞാൽ ഗീത ദാസിനെയും കൊച്ചിനെയും വലിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ വിനീതും ഗംഗയും മറിഞ്ഞു നിൽപ്പണ്ടേ. അവരുടെ പോക്കൊക്കെ കാണുമ്പം ഗംഗയ്ക്കും വിനീതിനും ചിരി വരിക. അപ്പം അവർ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വരിക. അപ്പോൾ സുജാതയും അവർ പോയി കഴിയുമ്പം ചിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ എൻ്റെ പെർഫോമൻസ്? എൻ്റെ ഒറ്റ പെർഫോമൻസിൽ അളിയൻ കണ്ടില്ലേ, ജീവനും കൊണ്ടാണ് ഓടിയിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പരിസരത്തേക്ക് അളിയൻ വരത്തില്ല എന്ന് പറയാം. അപ്പോൾ ഗംഗ പറയും, എങ്കിലും അപ്പച്ചി പറഞ്ഞതൊന്നും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഗീതേച്ചി ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചോ? അപ്പച്ചിയെ കൊല്ലാൻ ദാസേട്ടനൊപ്പം സ്വത്തിനു വേണ്ടി ഗീത ചേച്ചിയും കൂട്ട് നിന്നോ എന്ന് ചോദിക്കാം. അപ്പോൾ സുജാത പറയും, ഞാൻ മനുഷ്യരെ മനസ്സിലാക്കുന്നതിൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് മോളെ, ഞാൻ മനസ്സിലാക്കിയതുപോലൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. സ്വത്തിനും പണത്തിനും വേണ്ടി എൻ്റെ സ്വന്തം മകൾ തന്നെ എന്നെ കൊല്ലാൻ ഭർത്താവിന് കൂട്ടുനിന്നു. അതറിഞ്ഞപ്പോഴാണ് എൻ്റെ ചങ്ക് തകർന്നു പോയി. അവളെ എത്ര കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയതാ, കഷ്ടപ്പാടിൻ്റെ ആണോ? ഏതെങ്കിലും മക്കൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുമോ? പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി, ഇന്നത്തെ കാലത്ത് സ്വത്തിനും പണത്തിനും സമ്പാദ്യത്തിനും മാത്രമേ വിലയുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് നമ്മുടെ സുജാത സംസാരിക്കുന്നത് കാണും. വിനീത് പറയും, എൻ്റെ പൊന്നമ്മ, അമ്മ വന്നേ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, എത്ര ദിവസമായി അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ആഹാരം ഞാൻ കഴിച്ചിട്ട് എന്ന് പറയാം. അത് കേൾക്കുന്ന ഗംഗ പറയും, സ്നേഹതീരത്തായിരുന്നെങ്കിലും വിനീതേട്ടൻ്റെ മനസ്സ് മുഴുവനും എപ്പോഴും ഇവിടെ ആയിരുന്നു അപ്പച്ചി, എപ്പോഴും അപ്പച്ചിയുടെയും ഈ വീടിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറയാം. അത് കേൾക്കുമ്പം സുജാതയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ. തൻ്റെ മകൻ പൂർണ്ണമായിട്ടും തന്നെ വെറുത്തിട്ടില്ല എന്ന് ബോധ്യമാവുകയാണ്. ഗംഗയും സുജാതയും കൂടി അവരുണ്ടാക്കിയ സദ്യ എല്ലാം കൂടി ടേബിളിൽ കൊണ്ട് നിരത്തുക. ഓരോന്നും ചെയ്തും പറിക്കും വിനീതും കൂടെ തന്നെയുണ്ട്. മക്കളിരിക്കുക, ഇന്ന് എൻ്റെ കൈ കൊണ്ട് വേണം നിങ്ങൾ രണ്ടുപേരും ആഹാരം കഴിക്കാൻ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഗംഗയ്ക്കും വിനീതിനും സുജാത തന്നെ വിളമ്പി കൊടുക്കാൻ കേട്ടോ, വളരെ സ്നേഹത്തോടെ. നമ്മുടെ ഗംഗയ്ക്ക് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സുജാത അപ്പച്ചിക്ക് ഇത്രയ്ക്കും വലിയൊരു മാറ്റം സംഭവിച്ചോ? അപ്പം സുജാതയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ വിനീത് പറയും, അമ്മ ഇരുന്നേ, നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. അമ്മയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി, ഞാൻ എന്തുമാത്രം ഇതൊക്കെ മിസ് ചെയ്തെന്ന് അറിയാവോ എന്ന് പറയാം. അങ്ങനെ ചിരിച്ചും കളിച്ചും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ആഹാരം കഴിക്കാൻ കേട്ടോ. അപ്പോൾ സുജാത സ്നേഹത്തോടു കൂടി ശാരദയുടെയും രാധമ്മയുടെയും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അവിടുത്തെ ഓരോരോ കാര്യങ്ങളും നമ്മുടെ കാവേരിയുടെ കുസൃതിയും ഒക്കെ വിനീത് സുജാതയെ അറിയിക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് ചിരിച്ച് കളിച്ച് അവർ ആഹാരം കഴിക്കുക. തൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും മുഖത്തുണ്ടായ സന്തോഷം കണ്ട് വിനീതിനും വളരെയേറെ ആത്മനിർവൃതി ഉണ്ടാവുകയാണ് കേട്ടോ. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഗംഗയോട് വിനീത് ചോദിക്കും, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറയാം. പക്ഷെ വിനീതിനും അവിടെ നിന്ന് പോകുന്നതിന് ഒരു താല്പര്യമില്ല. പക്ഷെ അവർ പെട്ടെന്ന് കയറി വരുമായിരുന്നല്ലോ, ഒന്നും എടുത്തിട്ടുമില്ലല്ലോ. അപ്പം പെട്ടെന്ന് വിനീത് പറയും, അമ്മേ, ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, ഞങ്ങളെ സ്നേഹതീരത്ത് പോയി അവരുടെ എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അമ്മയുടെ അടുത്തേക്ക് വരാം എന്ന് പറയാൻ കേട്ടോ. അപ്പം പെട്ടെന്ന് സുജാത അവിടെ നിന്ന് കരയാം, ഗംഗയെ ചേർത്ത് പിടിച്ചുകൊണ്ട്. അപ്പച്ചി മോളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, മോളോട് മാത്രമല്ല ശാരദയോടും മക്കളോടും എല്ലാവരോടും
എല്ലാവരോടും മോൾക്ക് അരവിന്ദേട്ടൻ വേറൊരു കല്യാണം ആലോചിക്കാൻ തുടങ്ങുമെന്ന് കരുതിയപ്പം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മോനെ വേദനിപ്പിച്ചുകൊണ്ട് നീ മറ്റൊരാളുടെ വധുവാകുന്നത് സങ്കല്പിക്കാൻ പോലും സാധിച്ചില്ല. നിന്നെ ഞാൻ കുഞ്ഞിലെ മുതൽ എൻ്റെ മരുമകളായി കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവനെ തഴഞ്ഞുകൊണ്ട് നീ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ നോക്കിയപ്പം അത് എന്നെ ദേഷ്യവും വാശിക്കാരിയും ഒക്കെ മാറ്റി. നീയൊക്കെ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ഒരുപാട് ശപിച്ചിട്ടുണ്ട്. എൻ്റെ ആ ഒരു വാക്ക് കാരണമാണ് എൻ്റെ അരവിന്ദേട്ടൻ്റെ ജീവിതം തകർന്നെങ്കിൽ എൻ്റെ ഗംഗയ്ക്ക് വേണ്ടി ഈ അപ്പച്ചി എന്നും ഇനി പ്രാർത്ഥിച്ചോളാം. ആ കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി എന്ത് പ്രാർത്ഥന വേണമെങ്കിലും ഞാൻ ചെയ്തോളാം മോളെ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. അത് കേൾക്കുന്ന ഗംഗ പറയും, ഏയ് ഒന്നും അപ്പച്ചിയുടെ തെറ്റല്ല. അപ്പച്ചി ഏതൊരമ്മ ചെയ്യുന്നതേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ വിധി ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ സ്നേഹവും ലാളനയും ഒക്കെ അത്രേ വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അച്ഛൻ മരിച്ചു. എങ്കിലും ഇപ്പോഴും ഞങ്ങളാരും അതൊന്നും പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. അച്ഛൻ ഇപ്പോഴും ഗൾഫിലാണെന്നും ഞങ്ങൾ അച്ഛനെയും കാത്ത് സ്നേഹതീരത്തിരിക്കുവാണെന്നുമാണ് ഞങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്ന് പറയാം. അച്ഛൻ്റെ മരണം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്ന് പറയാൻ കേട്ടോ ഗംഗ. അത് കേൾക്കുമ്പോൾ സുജാത ഒന്നുകൂടി കരയാം. എന്നോട് ക്ഷമിക്കുമോളെ, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻ്റെ ഒരു വാക്ക ഇതിനൊക്കെ കാരണം. ഞാൻ എന്നാണോ അരവിന്ദേട്ടനെയും ശാരദയും ആ വീടും ശപിച്ചിട്ടെന്ന് ഇറങ്ങിയത് അന്നു മുതൽ അവിടെ പ്രശ്നങ്ങളാ എന്ന് പറയണേ. ഏയ് അപ്പച്ചി അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ട. ഇതൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾക്ക് വിധിയുണ്ടായിരുന്നു. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ രാധമ്മയോടും അമ്മയോടും പറഞ്ഞതിന് ശേഷം ഞാനും വിനീതേട്ടനും കൂടി ഇവിടെ വരാം എന്ന് ഗംഗ ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സുജാതയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. അല്ലെങ്കിൽ വേണ്ട, അമ്മയും ഞങ്ങളുടെ കൂടെ പോരെ, നമുക്ക് 3 പേർക്കും കൂടി സ്നേഹതീരത്തേക്ക് ചെല്ലാം. അമ്മ ഞങ്ങളുടെ കൂടെ വരുന്ന കാണുന്ന അമ്മമ്മയും അമ്മായിയൊക്കെ ഞെട്ടി നിൽക്കും എന്ന് വിനീത് പറയാം. ഇതേസമയം നമ്മുടെ സ്നേഹതീരത്ത് കാവേരി കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് കാണുന്ന ശാരദ അടുത്തേക്ക് ചെല്ലും. നിനക്ക് എന്താടി എപ്പോഴും ഈ ആലോചന? 2-3 ദിവസമായിട്ട് നിന്റെ കറക്കം കുറച്ച് കൂടുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശാരദയോട് അപ്പം രാധമ്മ അങ്ങോട്ട് വരികയാണ് കേട്ടോ. കാവേരി പറയും, അമ്മേ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്തു പ്രശ്നം എന്ന് രാധമ്മ ചോദിക്കാം. നമ്മൾ കണ്ടതും അറിഞ്ഞതും ഒന്നുമല്ല ആ ജയബാലൻ. അയാൾ നമ്മുടെ അച്ഛനെ ഓരോ നിമിഷവും ചതച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം അച്ഛൻ കഷ്ടപ്പെട്ട് മേടിച്ച തോട്ടം പോലും അയാളുടെ പേരിലായി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ രാധമ്മ ചോദിക്കും, തോട്ടമോ? ആ, അന്ന് അച്ഛനൊരു തോട്ടം മേടിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അമ്മ ഓർക്കുന്നില്ലേ? കുറിഞ്ഞിമല നമ്മളെല്ലാവരെയും അച്ഛൻ അവിടെ കൊണ്ട് കാണിക്കുകയും ചെയ്തതാണല്ലോ. അപ്പോൾ ശാരദയ്ക്ക് മനസ്സിലേക്ക് അത് കടന്നു വരിക. നേരാ, അവിടെ ഒരു തോട്ടം അരവിന്ദേട്ടൻ ഞങ്ങളെ കൊണ്ട് കാണിച്ചിരുന്നമ്മേ. നല്ല തോട്ടമായിരുന്നു. ഏതാണ്ട് 5 ഏക്കർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അരവിന്ദേട്ടൻ ജോലിയൊക്കെ നിർത്തി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കഴിയുമ്പം അവിടെ ഒരു വീട് വെച്ച് എല്ലാവർക്കും കൂടി അവിടെ കൂടണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. എല്ലാം വേറെ സ്വപ്നമായി മാറിയില്ലേ? അല്ല, ഇപ്പോൾ ആ തോട്ടത്തിന് എന്ത് സംഭവിച്ചെന്നാ നീ പറയുന്നത് എന്ന് രാധമ്മ അപ്പോൾ ചോദിക്കും. അതാ അച്ഛമ്മ സംഭവം. അതായത് ആ തോട്ടം ഇപ്പം അരവിന്ദൻ്റെ പേരിലല്ല, ജയബാലൻ്റെ പേരിലാ. ജയബാലൻ മേടിച്ച മറ്റു തോട്ടമായിരിക്കും, നിനക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും എന്ന് രാധമ്മ അപ്പോൾ പറയും. ഇല്ല അച്ഛമ്മേ, ഇത് ശരിക്കും അച്ഛൻ മേടിച്ച തോട്ടം തന്നെയാണ്. അച്ഛൻ ഞങ്ങളെ അവിടെ കൊണ്ട് കാണിച്ചതല്ലേ. എന്നെ നിവിനാണെങ്കിൽ ഒരു സംശയം തോന്നിയതുകൊണ്ട് അവിടെ എന്നെ കൊണ്ടുപോയിരുന്നു. കറക്റ്റ് ആ തോട്ടം തന്നെ. അയാളിപ്പം അയാളുടെ പേരിലുള്ള ആ തോട്ടത്തിൽ ഭൂമി പൂജ നടത്താൻ പോവാണത്രേ. ഭൂമി പൂജയോ? അതെന്നതാ എന്ന് അപ്പം ശാരദ ചോദിക്കുക. ആ തോട്ടത്തിനോട് ചേർന്ന് അന്ന് നമ്മളൊരു ആദിവാസി കോളനി കണ്ടില്ലായിരുന്നോ? അവിടെ അവരുടെ ഒരു ക്ഷേത്രമുണ്ട്. അവരുടെ ഒരു ആചാരമാണ് ഭൂമി പൂജ. ആ തോട്ടത്തിൽ അയാളിപ്പം ഭൂമി പൂജ നടത്തി അയാളുടേതായിട്ട് ഉറപ്പിക്കാൻ പോവുക എന്ന് പറയാം. മോളെ, നീ പറയുന്നതൊക്കെ ഇത് സത്യമാണോ എന്ന് രാധമ്മ ചോദിക്കാം. ഇത്രയും വലിയ ചതി അവന് നമ്മളോട് ചെയ്യാൻ സാധിച്ചോ? നിനക്കറിയാവോ, ആ ജയപാലനും അവൻ്റെ പെങ്ങള് രാജേശ്വരിയും അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചതിൽ കൂടുതൽ എൻ്റെ ഈ കൈക്കൊണ്ടുണ്ടാക്കിയ ആഹാരമാണ് കഴിച്ചിട്ടുള്ളത്. എൻ്റെ അരവിന്ദനും സുജാതയ്ക്കും ഒപ്പം എത്ര ഉരുളച്ചോറ് അവർക്ക് 2 പേർക്കും ഞാൻ പകുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? പക്ഷേ ആ നന്ദിയൊന്നുമില്ലാതെ എൻ്റെ അരവിന്ദനോട് ഇത്രയും വലിയ ചതി ചെയ്യാൻ അവൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് രാധമ്മ അവിടെ നിന്ന് കരയാം. അപ്പം നമ്മുടെ കാവേരി പറയും, അച്ഛമ്മേ, ഇവിടെ നമ്മൾ കരഞ്ഞു പിഴിഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ അച്ഛൻ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും വെച്ചിട്ടാ അയാൾ ആ തോട്ടം മേടിച്ചത്. അച്ഛൻ എത്ര രൂപ അയച്ചു കൊടുത്തതെന്നൊക്കെ കൃത്യമായിട്ട് ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ മാസം തോട്ടത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വലിയൊരു തുകയാണ് ജയബാലൻ്റെ കയ്യിലേക്ക് അച്ഛൻ അയച്ചു കൊടുത്തിരുന്നത്. ആ പൈസ മുഴുവനും അയാൾ സ്വന്തം പേരിൽ തോട്ടം മേടിക്കുന്ന ഉടമസ്ഥന് കൊടുത്ത് തൻ്റെ പേരിലാക്കി. എത്ര വലിയ ചതിയാണ് നടത്തിയത്. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അയാളുടെ കയ്യിലിരിക്കുന്നത് ശരിയാണോ എന്ന്
എന്ന് ചോദിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മോളെ എന്ന് ശാരദ അപ്പം ചോദിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഒരു തെളിവുകളും ഇല്ലല്ലോ. ഈ നാട്ടിലെ പോലീസും നിയമവും ഒക്കെ അയാളുടെ കയ്യിലാണ്. പിന്നെ നമ്മൾ മാത്രം ഒച്ചയുയർത്തിയിട്ട് എന്ത് സംഭവിക്കാനാ അമ്മ? ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അരവിന്ദനെ പറ്റിച്ച് അയാൾ നേടിയെടുത്തതാണ് ആ തോട്ടുവെങ്കിൽ അത് സ്വന്തമാക്കുക തന്നെ ചെയ്യും ഈ കാവേരി. അയാളെ ഞാൻ വെറുതെ വിടില്ല. അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നൽകുക തന്നെ ചെയ്യും എന്ന് പറയുവാണ് കേട്ടോ കാവേരി. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഓരോ നിമിഷവും നമ്മുടെ അച്ഛനെ വഞ്ചിച്ച് അയാൾക്ക് ഓരോരോ പ്രവൃത്തികളും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അതിന് സാധിക്കില്ല. നമ്മൾ വെറുതെ ഇരിക്കത്തില്ലെന്നും നമ്മൾ സാധാരണക്കാരല്ലെന്നും അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശാരദയ്ക്ക് പേടിയാവുക. നീ എന്താ പറയുന്നത്? അന്ന് അയാൾ അവിടെ ആ ഭൂമി പൂജ നടത്താൻ പാടില്ല. നമ്മുടെ അച്ഛൻ്റെ മരണത്തിന് തന്നെ കാരണക്കാരൻ അയാളാണ്. അയാളെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് നമുക്ക് മുടക്കണം അമ്മേ എന്ന് പറയാണ്. നമ്മളത് മുടക്കിയിട്ടും എന്ത് കാര്യം ഉണ്ടാകാനാ എന്ന് അപ്പം രാധമ്മ ചോദിക്കുക. അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്താനും യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്നും ഒക്കെ അറിയാൻ ഞാനും നിവിനും കൂടി കുറേ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പം രാധമ്മ പറയും, നിവിന ജയപാലൻ്റെ മരുമകനല്ലേ, അവൻ നിൻ്റെ കൂടെ നടക്കുന്നതൊക്കെ അവൻ ഇഷ്ടപ്പെടുവോ എന്ന് ചോദിക്കുക. അതൊന്നും ഞാനിപ്പോൾ ശ്രദ്ധിക്കാറില്ല. നിവിൻ നല്ല മനസ്സിന് ഉടമയാ, അല്ലെങ്കിൽ നമ്മളെ ഇത്രയേറെ സഹായിക്കുമോ എന്ന് ചോദിക്കുക. അപ്പം രാധമ്മയും ശാരദയും അത് ശരിവെക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ സുജാതയും മനസ്സൊക്കെ മാറി വളരെയേറെ സ്നേഹത്തോടെ ഗംഗയും വിനീതിനെയും അംഗീകരിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല എല്ലാ വിദ്വേഷവും മറന്ന് ശരിയും തെറ്റും ഏതാണെന്ന് ഇപ്പം സുജാതയ്ക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പം വരും എപ്പിസോഡിൽ നമ്മുടെ കാവേരിയുടെ യുദ്ധം തുടങ്ങുന്നത് കാണാം. കാവേരി തനിച്ചല്ല, കാവേരിയുടെ ഒപ്പം ഈ യുദ്ധം നയിക്കാൻ നമ്മുടെ നരനും എത്തിച്ചേരും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.